നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ദർശന മാമാണ്. മാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ടാരോ റീഡറാണ്, ഒറക്കൽ റീഡിങ് ചെയ്യുന്നുണ്ട്, റേക്കി ഹീലിംഗ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പം ആ മേഖലയിലൊക്കെ ഹീലിംഗൊക്കെ ചെയ്തു പോരുന്നുണ്ട്. പിന്നെ ഡാൻസറാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ദർശനെ കിട്ടിയത് വലിയൊരു സത്യം പറഞ്ഞ അനുഭവമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അപ്പം ടാരോ റീഡിങ്ങിനെ പറ്റി തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനുള്ളത്. അപ്പോൾ കുറേ നാളായിട്ട് ടാരോ റീഡിങ് ചെയ്യുന്നു. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഏകദേശം പല വീഡിയോസിൽ കൂടെയൊക്കെ അറിയുന്നുണ്ടാവും. ഇപ്പം ദർശനയുടെ ചാനലിൽ കൂടെ തന്നെ ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി അറിയാം, ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഒരുപാടും റീഡിങ്സ് ചെയ്യുന്നതെന്നും പറയുന്നു. ടാരോ റീഡിങ്ങിലേക്ക് വരാനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇത് എനർജി ബേസ്ഡ് ആണെന്നറിയാം. പിന്നെ ദർശനയോട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ലൈഫിലെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അപ്പം എല്ലാവർക്കും ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം ഈ റീഡിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് നല്ലപോലെ കണക്ട് ആവണം, കണക്ഷൻ വേണം. നമുക്ക് നമ്മളെ വിളിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളെ റീഡിങ് ആവശ്യപ്പെട്ട് വരുന്നവരുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് എന്താണോ ആവശ്യം, ഇപ്പം എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരമാണോ അല്ലെ പരിഹാരമാണോ, ഏത് കാര്യമാണെങ്കിലും നമുക്ക് ആ ഇൻഡ്യൂഷൻസ് കറക്റ്റായിട്ട് കിട്ടി അവരുമായിട്ട് കണക്ട് ചെയ്ത് റീഡിങ്സ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അത് അവർക്ക് വലിയൊരു ജീവിതത്തിലൊരു മാറ്റമായിരിക്കും കൊണ്ടുവരിക. ഇപ്പം ദർശന മാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കൊന്ന് കുറേ വർഷമായി അല്ലേ. അപ്പം ടീച്ചിങ്ങിലായിരുന്നു, അതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. ആ ഒരു അനുഭവം, അതായത് ടാരോ റീഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ജീവിത കഥ ഒന്ന് ഏകദേശം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാം. അതായത് ഞാൻ സ്കൂൾ ടീച്ചറായിരുന്നു. അതിന്ന് ഈ ഒരു ജേണിയിലേക്ക് എത്തുക പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ തരും. ഒരു സാധാരണ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള സ്പിരിച്വൽ ജേണിയിലേക്ക് എത്താൻ പറ്റില്ല. അവരങ്ങനെ അതിൻ്റെ ആ ഒരു വഴിക്ക് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് എൻ്റെ ഒരു ഏജ് വെച്ചിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഞാൻ നേരിട്ടിട്ടാണ് ഈ ഒരു ജേണിയിലേക്ക് എത്തിയത്. അതായത് നമ്മളെ പുഷ് ചെയ്ത് അതിലേക്ക് പെടുത്തുക എന്ന് പറയും. നമ്മുടെ പർപ്പസ് അല്ലെങ്കിൽ നിയോഗം എന്നൊക്കെ പറയും, അതിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്തിക്കും. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് വരുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെൽത്ത് ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ കരിയർ ബേസ് ആയിരിക്കും. ഇതാണ് നമ്മൾ ടാരോയിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് മുഴുവൻ നമ്മളെ അനുഭവിപ്പിക്കും ആദ്യം യൂണിവേഴ്സ്. ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കും എല്ലാ തരത്തിലും നമ്മളെ. അതിന്ന് നമ്മളെ ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇതിനുള്ളിൽ കിടക്കുമ്പോൾ അത് ബ്ലാക്ക് കളർ ആയിരിക്കും. അത് കട്ട് ചെയ്ത് അത് ഷൈനിങ് ആയി വരണമെങ്കിൽ അതിനത്രയും മുറിവേൽക്കണം. അല്ലെങ്കിൽ ഒരു ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും അത് സാധാരണ ഒരു മണ്ണിനടിയിൽ കിടക്കുന്ന സംഭവം അതിനൊരു ഓർണമെന്റ് ആക്കി നമുക്ക് മാറ്റണമെങ്കിൽ തരികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലേ ആ ഒരു ഭംഗിയുള്ള ഒരു ആഭരണമാക്കി മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതെ, ആ ഒരു പ്രോസസ്സിലൂടെ നമ്മളെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഗോഡ് നമ്മൾ നടത്തും. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ ചിലർ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ചെയ്ത് ചിലപ്പോൾ പോയിട്ടും ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവും. ഇത് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ. പക്ഷെ ഇതിനൊക്കെ ഓവർകം ചെയ്ത് വരുമ്പോഴായിരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ നിയോഗം എന്താണെന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു യാത്രയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. ടാരോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണുന്നത് ജസ്റ്റ് എനിക്കിതിനെ പറ്റി അറിയില്ല. ഒരു ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ളൊരു മാമിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മനസ്സിലൊരു കാർഡ് വിചാരിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ആ ലൈഫിൽ എന്താണോ നടക്കുന്നത് അത് കൊള്ളാലോ എന്ന് വിചാരിച്ച് നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഞാൻ പിന്നെ അതിങ്ങനെ കാണാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങി. അപ്പോഴൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഈ ഒരു ജേണിയിലേക്ക് എത്താനാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. പറയുകയാണെങ്കിൽ ഒരു 3 വർഷത്തിൻ്റെ ഇടയിലാണ് ഈ ടാരോ ഒക്കെ പ്രചാരത്തിൽ വരുന്നത്. നമ്മൾ സാധാരണ ഇന്ത്യൻ ആസ്ട്രോളജി എന്ന് പറയുന്ന രാശി വെച്ച് നോക്കുന്ന ജ്യോതിഷമാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഈജിപ്ഷ്യൻ കാർഡ് റീഡിംഗ് ആണല്ലോ. അതെ, നമ്മുടെ വിദേശിയാണ്. അതെ പറയുമെങ്കിലും അതിൻ്റെ ബേസും ഇവിടെ ഉണ്ട്. നമ്മളെ ഏടെടുത്ത് നോക്കുക, ഒരു തഞ്ചാവൂർ ഏടെടുത്ത് നോക്കുക, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടും വരെ ഈ ടാരോ അതിൻ്റെ വേറൊരു വേർഷനാണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടാരോയിലേക്ക് എനിക്ക് എൻ്റെ കണ്ണിൽ ഈ കാർഡ്സ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കൗതുകമായിരുന്നു. ഈ കളേഴ്സ് വെച്ചിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കാർഡ് വെച്ച് നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫോർച്യൂൺ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ പിന്നെ ഇതിങ്ങനെ ഫോളോ ചെയ്ത് നോക്കും. അത് ഡെയിലി ആ ഒരു എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആദ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയ്ക്കൊരു മേജർ സർജറി 2 ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുക്കുമ്പോഴൊക്കെ
ആ കാർഡിൽ ഫുള്ളായിട്ട് അമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബേബീൻ്റെ എനർജിയാണ് എനിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതങ്ങനെ അതിനെനിക്ക് സമാധാനമായിരുന്നു. ഞാൻ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഒക്കെ ഇതെടുക്കും. അതായത് ഫയൽ റീഡിംഗ് എന്നാണ് ചാനലിൽ വരിക. അപ്പോൾ ഞാൻ ഒരു ഫയലെടുത്ത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് അതെന്ന് പറയാൻ പറ്റില്ല. എനിക്കൊരു ആശ്വാസം, ഇതിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും. പക്ഷെ അതൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ കുറേ ഞാനിത് വിട്ടു, സ്കൂളിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി അത് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് കരിയറായിട്ട് പ്രശ്നം വരുന്നുണ്ടെന്ന് ഈ ടാരോല് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കുക, നെഗറ്റീവ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ള ഒരു ആളായിരുന്നു. പക്ഷേ ഇതിൽ ടാരോല് പറയേണ്ട കരിയറിൽ പ്രോബ്ലം വരും മറ്റൊരാൾ റീഡ് ചെയ്ത കാർഡാണ്. അപ്പോഴും ഞാനത് ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ഇത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഈ ഒരു സംഭവം വരുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യും, വേണ്ടാന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യും. പക്ഷെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അച്ചിട്ടായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചു. കരിയർ പ്രോബ്ലം വന്നു, ഞാൻ ജോലി റിസൈൻ ചെയ്യേണ്ടി വരികയാണ്. അതൊക്കെ എനിക്ക് ടാരോയിൽ അവർ പഠിച്ച സംഭവങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത സംഭവങ്ങൾ എൻ്റെ ഇതിൽ കറക്റ്റായിട്ട് വന്നു. അപ്പോഴാണ് ഇതെനിക്ക് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ഈ പറഞ്ഞ മാമിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. അപ്പോൾ അവരൊരു ഹ്യൂജ് ഓഫ് എമൗണ്ടാണ് നമ്മളെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കരിയർ ബ്രേക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് അത്രയൊന്നും സാധിക്കുമായിരുന്നില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. അപ്പോൾ യൂണിവേഴ്സ് നമ്മൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഒരു 2 മാസം ഈ ഒരു ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് നല്ലൊരു മാസ്റ്ററിനെ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവന്നു. മാഷിൻ്റെ ആദ്യത്തെ ബാച്ചിലെ 2ാമത്തെ സ്റ്റുഡൻ്റാണ് ഞാൻ. അങ്ങനെയാണ് ഈ ടാരോയിലേക്ക് പഠിക്കാനായിട്ട്. നേരിട്ടാണോ പഠിച്ചത്? അല്ല, ഓൺലൈനായിട്ട് തന്നെയാണ്. തൃശ്ശൂരാണ് ആളുടെ വീട്. അപ്പോൾ എന്നാലും നമ്മൾ ഓൺലൈൻ വഴിയായിട്ടാണ് കണക്ട് ചെയ്തത്. ആളാണെങ്കിൽ വിക്ടോറിയ കോളേജിൽ, പാലക്കാട് വിക്ടോറിയ കോളേജ് കേട്ടിട്ടുണ്ടാവും. അവിടുത്തെ പ്രൊഫസറാണ്, പ്രദീപ് സാർ എന്നാണ് പേര്. അപ്പോൾ പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് ടാരോ എന്താണ് എന്ന് പറഞ്ഞു തരുന്നതും. അത് ആളുടെ കൂടെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യുക, അത് നമ്മുടെ ഇന്ത്യൻ സ്പിരിച്വൽ അല്ല, വെസ്റ്റേൺ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്ത് തരിക. ന്യൂമറോളജി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ആകാശിക് റെക്കോർഡ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ബേസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ അതിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. അതിൻ്റെയൊക്കെ ബേസ് സാർ നമുക്ക് ഓരോ ക്ലാസ്, പിന്നെ ചക്രാസ്, ഇതിനൊക്കെ അതിൻ്റെ ഇടയിലാണ് ഈ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും, ടാരോ മേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഓരോരുത്തർക്കും, നമ്മളിപ്പോൾ നഴ്സിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചക്റ്റീവ് നമ്മൾ ഡെമോ ഒക്കെ ചെയ്യില്ല, അതുപോലെ ഞങ്ങൾ ഡെമോ ടാരോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോഴാണ് ഒരു മാഡം, ഇതേപോലെ എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിക്കാരിയാണ് റേക്കിനെ പറ്റി പറയുന്നതും, റേക്കി പഠിച്ചു കഴിയുമ്പോൾ ഇൻഡ്യൂഷൻ നന്നായിട്ട് വർക്ക് ചെയ്യും, അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതും. അങ്ങനെ അവരുടെയും കൂടെ മാസ്റ്ററാണ് എൻ്റെ റേക്കി മാസ്റ്ററായിട്ടുള്ളത്. അങ്ങനെ കണക്ട് ചെയ്ത് വരുന്നു, റേക്കിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഇപ്പോൾ റേക്കി ശരിക്കും പറഞ്ഞ റീഡിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതായത് അതിൽ കുറേ നമുക്ക് അറ്റൂൺമെന്റ് കിട്ടുക എന്നാണല്ലോ പറയുന്നത്. അറ്റൂൺമെന്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ 21 ഡേയ്സ് പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എനർജി കണക്ട് ചെയ്തിട്ട് ആ 21 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇൻഡ്യൂഷൻ, മെയിനായിട്ട് ടാരോ വായിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഒരു ബുക്ക് വായിച്ച് നമ്മൾ ആൻസർ ചെയ്തു, മാം ടീച്ചറായതുകൊണ്ട് അറിയായിരിക്കും, ബുക്ക് വായിച്ചിട്ട് അതേ ആൻസർ, അത് കേരള സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ, അത് ഞാൻ അങ്ങനെ പഠിച്ച ആളാണ്. എനിക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാളും എൻ്റെതായ ആശയങ്ങൾ എഴുതുക, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതേപോലെ ടാരോയുടെ മീനിങ് ആയിരിക്കില്ല ഞാൻ പറയുന്നുണ്ടാവുക, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൈഡൻസ് ആക്കി തരിക. പക്ഷേ മാം ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ മാമിന് ഏത് കാർഡാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡെക്കാണ് എടുക്കേണ്ടത്, ഒറാക്കിളാണോ ടാരോ ആണോ മിത്തിക്കാണോ എന്നൊക്കെ നമുക്ക് അവിടെ ആ ഒരു നമ്മുടെ പർട്ടിക്കുലർ ടാരോ ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വരും. ഒന്ന് ജസ്റ്റ് സ്പിരിച്വൽ ഗൈഡ്സിനെയൊക്കെ നമ്മൾ ഇൻവോക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മീനിങ് പറയുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ചെയ്യും, കണക്ഷൻ ആവുകയും ചെയ്യുന്നത് നമ്മൾ ഈ ഇൻഡ്യൂഷൻ വഴി കാർഡ് വായിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് റേക്കി ഹീലിങ്ങും അല്ലെങ്കിൽ റേക്കി പ്രാക്ടീസും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് റേക്കിയിലേക്കും വരുന്നത്. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഡിഗ്രി എടുത്ത് എൻ്റെ കാര്യത്തിന് മാത്രം പോവാന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഞാൻ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, ഹീലിംഗ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ
എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് റേക്കിയും ടാരോ ആയിട്ട് കണക്ട് ചെയ്തത്. ഈ ടാരോ കാർഡിനെ പറ്റി പഠിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ടാരോ എല്ലാവർക്കും ഒരേപോലെയാണ്, ഡെക്കെല്ലാം പിക്ചേഴ്സൊക്കെ ഒരുപോലെയാണ്, പക്ഷെ ഓരോരുത്തരുടെ ഇൻറ്റ്യൂഷൻസ് ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന് കിട്ടിയ ഇൻറ്റ്യൂഷൻസ് വേറെ ആയിരിക്കും, ഇപ്പം മാം റീഡ് ചെയ്യുമ്പം കിട്ടുന്നത് വേറെ ആയിരിക്കും. അപ്പം ഇതൊക്കെ ഇൻറ്റ്യൂഷൻസ് വരുമ്പോൾ അത് ശരിയായിരിക്കുമോ, അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ശരിയാകുമോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മാറ്റം വരുമോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അല്ലാതെ അവർ വിട്ടുപോയാൽ ചിലപ്പോൾ കാര്യങ്ങൾ മാറും. നമ്മളിപ്പം ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു കാര്യം അവരോട് എസോർണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ പറയും, നിങ്ങൾ ഇന്ന രീതിയിൽ പോയാൽ നിങ്ങൾക്കത് വിജയിക്കും. പക്ഷെ ആ രീതിയിൽ അവർ പോയില്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങളെ മാറും. അപ്പം അങ്ങനെ ഒരു സംശയം വരാറുണ്ട്, എപ്പോഴും ഞാൻ പറയുന്നത് തെറ്റിപ്പോകും അല്ലെങ്കിൽ അത് എന്തെങ്കിലും മാറിപ്പോകുമോ, അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ സംശയിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ടോട്ടലി കണക്ഷൻ വിട്ടുപോകും. പക്ഷെ അല്ല, ഞാൻ പറയുന്നത് ആദ്യം തന്നെ പറയുന്നത്, ഞാൻ പറയുന്നത് അവർക്കൊരു ഗൈഡൻസ് ആക്കി എടുക്കണം. അവരോട് പറയും ഞാൻ, ഇത് പ്രെഡിക്ഷൻ എന്നുള്ളതിനേക്കാളും നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇത് അഡിക്റ്റഡ് ആയി പോകാൻ പാടില്ല. ചില ആൾക്കാർ, ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ ഇന്ന് ടാരോ എടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും അവർക്ക് നോക്കണം എന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെ സെയിം കാര്യം തന്നെ ചോദിക്കും. അപ്പം ഞാൻ അവർക്ക് മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അനുഭവിച്ചു. ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അവർക്ക് മനസമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവർ, നമുക്ക് അവരെ ദേഷിച്ചിട്ടും പറയാനും പറ്റില്ല, അവർ വേണ്ടാന്നും പറയാനും പറ്റില്ല. അപ്പോൾ അവർക്ക് നമ്മൾ അതിന് വേണ്ട കുറേ കാര്യങ്ങൾ, സൊല്യൂഷൻ, റിലാക്സ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ പറയും. ഞാൻ പറയും 21 ഡേയ്സ് കഴിഞ്ഞിട്ടേ അടുത്തത് എടുത്തിട്ട് കാര്യമുള്ളൂ. എന്നാലും അവർ പറയും എന്തെങ്കിലും നോക്കി ഒരു കാർഡെങ്കിലും എടുത്ത് നോക്കുമോ പറഞ്ഞ് പറയാറുണ്ട്. അപ്പോൾ അവർക്കൊരു സമാധാനത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ അത് അഡിക്റ്റായി പോവാതിരിക്കുക, ഒന്നിലും അഡിക്ഷൻ വരാൻ പാടില്ല. അതാണ് എനിക്ക് ടാരോ റീഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരോടും പഠിക്കാൻ പുതിയതായി ടാരോയിലേക്ക് വരുന്ന ആൾക്കാരോടും പറയാനുള്ള കാര്യം, ഇത് അഡിക്റ്റായി പോകാൻ പാടില്ല നമ്മൾ. പിന്നെ അതേപോലെ തെറ്റോ എന്നുള്ളൊരിതല്ല, നമുക്ക് അപ്പോൾ അവിടെ വരുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഇത് പ്രാക്ടീസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പം ടാരോ റീഡിങ്ങിനായിട്ട് ഒരാൾ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാൻ പറ്റുമോ അവരുടെ എനർജി പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ അവർ നെഗറ്റീവായിട്ടാണോ സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ അതെങ്ങനെയാണ്, ഇന്ന ഡെക്കാണ് അവർക്ക് വേണ്ടി എടുക്കേണ്ടത്, എങ്ങനെയാണത് നമുക്ക് മനസ്സിലാവുന്നത്, ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്? നമ്മളോട് അവർ ആദ്യം ബുക്ക് ചെയ്യുന്ന സമയത്ത് സംസാരിക്കും. കോർഡിനേറ്ററിൻ്റെ ഒരു കോർഡിനേറ്റർ ഉണ്ടല്ലേ, അപ്പോൾ പുള്ളി ആണ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അവർ പറയും ഇന്നതാണ് കാര്യം. നമ്മൾ ചോദിക്കും 4 മേഖലയിലാണ് നമ്മൾ റീഡിങ് കൊടുക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുക ഏതാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ അവരുടെ പ്രോബ്ലം അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ. ചില ആൾക്കാർ റേക്കി കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും അവരുടെ ഹീലിംഗ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ ടോട്ടലി ടയേർഡാവും. അപ്പോൾ പിന്നെ ഞാൻ ബുക്കിംഗ് വന്നിട്ടുണ്ടെങ്കിലും പറയും ഇപ്പം എനിക്ക് 2-3 വേണ്ട, ഞാൻ ഇന്ന് ചിലപ്പോൾ ഇന്ന് നിർത്തുകയാണ്, നാളെ അവർക്ക് മാറ്റി കൊടുക്കാം എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അതായത് ഓഫ്ലൈനായിട്ട് ടാരോ കൊടുക്കാത്തത് കാരണം അതുകൊണ്ടാണ്. അങ്ങനെയും വരാനുള്ള സാധ്യത. നമ്മൾ ചക്രാസൊക്കെ നമ്മൾ ഇതിന് പഠിക്കുമല്ലോ, എന്താ പറയുക, ഓറ ചക്ര ഒക്കെ നമ്മൾ റേക്കിയിൽ പഠിക്കുന്നുണ്ട്, അത് ചെറുതായിട്ട് ടാരോയിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഓപ്പൺ ഞാൻ വീഡിയോ കോൾ അല്ല സൂം വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരിയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും അവരുടെ എനർജി എങ്ങനെയാണ്. അവർ ചിലപ്പോൾ പറയുന്നതായിരിക്കില്ല, നമുക്കറിയാൻ പറ്റും അവർ അത് പറയുന്നതൊന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്ക് അവരെ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാലോ എന്ന് നമുക്ക് വാദിക്കാനും പറ്റില്ല. അവർ പറയണ അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുക. ചിലപ്പോൾ ഇതിൽ വരുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അവരൊരു ഉത്തരം ആഗ്രഹിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക, പക്ഷെ ആ ഉത്തരം ആയിരിക്കില്ല ടാരോ പറയുക. അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ടോട്ടലി ഡിപ്രസ്ഡ് ആവും. അതെനിക്ക് ഭയങ്കര ചലഞ്ചായിട്ട് ആദ്യത്തെ സമയത്തൊക്കെ ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാറുണ്ട് അത് ഒരു കർമ്മ, നമ്മളിപ്പോൾ ടാരോയിൽ തന്നെ കർമ്മ, അതേപോലെ സോൾമേറ്റ് എനർജി, ട്വിൻ ഫ്ലെയിം എനർജി, ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കർമ്മ എനർജി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കർമ്മം കഴിഞ്ഞപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ അവസാനിച്ചു. പിന്നെ അത് തിരിച്ചു വരുമോ വരില്ലേ എന്നുള്ളൂ. ഇവർക്കാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും വന്നേ പറ്റുള്ളൂ, ഇവർക്ക് ആ ഒരു ലൈഫില്ലാതെ പറ്റില്ല, അങ്ങനെയൊക്കെ പറയും. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവരത് ഉൾക്കൊള്ളില്ല. പതിയെ ഞാൻ വീണ്ടും സംസാരിച്ച് അവരോട് അങ്ങനെ
ഒരു കുറച്ച് ആകുമ്പോഴേക്കും അവർക്കത് പതിയെ അവർ ഉൾക്കൊള്ളാൻ പഠിക്കും. ചിലപ്പോൾ ഒരു കുറച്ച് സമയം ഒരു 6 മാസം കഴിഞ്ഞേക്കും പറയുന്നത് മാം പറഞ്ഞ് ശരിയായിരുന്നു അന്ന്, പക്ഷെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ ആ സമയത്ത് ഇമോഷണലി ചിന്തിക്കുകയാണ്. അപ്പം അവർക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പിന്നെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്ന സമയത്ത് അവർ ഓക്കെ അത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എബ്രോഡിൽ നിന്നാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അത് അവരിങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ വൈഫ് ജോലിയുടെ ആവശ്യത്തിന് എബ്രോഡായിരിക്കും, ഹസ്ബൻഡ് നാട്ടിലായിരിക്കും, അപ്പം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അതേപോലെ അവിടെ പോയിട്ട് എനിക്കിപ്പോൾ റീസെൻ്റ്ലി വന്നത് അവിടെ വെച്ച് ഇവർ കല്യാണം കഴിക്കണം. ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. കല്യാണം കഴിച്ചിട്ട് ആ കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് വരികയാണ്, ലീവിന് വരികയാണ്. പക്ഷേ പുള്ളി ഇവിടെ വന്നിട്ട് വേറെ കല്യാണം നോക്കുകയാണ്. ആ കുട്ടി പെൺകുട്ടി അവിടെ ഒറ്റയ്ക്ക് വിട്ടുപോയി. അങ്ങനെ ലണ്ടനിലാണ് ആ കുട്ടി താമസിക്കുന്നത്. ആ കുട്ടി എന്നോട് അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നെ. ഞാൻ പിന്നെ റേക്കി ഹീലിംഗ് ആണ് അവർക്ക് മെയിനായിട്ട്, അവർ എനർജി സമാധാനം ആവാനും അതിനൊക്കെ മെയിനായിട്ട് ചെയ്തു കൊടുക്കുന്നത്. ചെയ്യുമ്പോൾ അവൾ ചോദിച്ചുകൊണ്ടിരിക്കും, ഇത് ഓക്കെ ആവുമോ, ഇത് ഓക്കെ ആവും മാം, എന്തെങ്കിലും പറയൂ, മെസ്സേജ് ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളൊക്കെ ആലോചിക്കുന്നത്, നമ്മളൊക്കെ എത്രയോ ബ്ലെസ്ഡ് ആയ ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ഓരോ പ്രോബ്ലംസ് ഒക്കെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നങ്ങൾ ഇല്ലല്ലോ എന്ന് പോലും തോന്നാറുണ്ട്. അത് അറിയിക്കാനും കൂടി ആയിരിക്കും എനിക്ക് ഒരു വഴി. ഞാനൊക്കെ കുഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ തന്നെ കരഞ്ഞ് തളർന്ന് അങ്ങനെയുള്ള ഒരാളായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ. അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കുറെ കൂടെ അങ്ങനെ നമുക്ക് ഇതാവാൻ പറ്റും. നമ്മളങ്ങനെ ആക്കി മാറ്റി. ഇതൊന്നും അല്ല, ഇതൊക്കെ എന്ത് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മളെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വരും. ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോവാറില്ല, അങ്ങനെയൊക്കെയായിരുന്നു. മരണം നടന്ന വീട്ടിലേക്ക് പോവാറില്ല, ബോഡി കാണാൻ പോവാറില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായ കാര്യം. പക്ഷെ ഇപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞു, അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്ന് അറിഞ്ഞു. അപ്പോൾ ഇനി അതൊന്നും പ്രശ്നമില്ല. അത് ജേർണി മാത്രമാണ്, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്ന ഒരു ജേർണിയാണ്, തിരിച്ചറിവാണ് മാറ്റത്തിന് കാരണം. അതെ, മരണഭയം ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിക്കാം, നല്ലൊരു ധൈര്യം. മരണത്തെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. നമുക്കിപ്പം പ്രായം എത്തുന്നതിന് മുമ്പേ ഇപ്പം എന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് വെറീഡ് ആവാതെ. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഇൻലോയുടെ കുട്ടി, ആ കുട്ടീന് ചെറിയൊരു കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൻ നമ്മളെ വിട്ട് പോകേണ്ടി വന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഈ സത്യം പറഞ്ഞ സ്പിരിച്വൽ ജേണിയിലേക്ക് എത്തുന്നതും ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ്. ആ സമയത്തൊക്കെ എനിക്ക് ഹോസ്പിറ്റലിലെ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോകും, മെൻ്റലി ഡൗൺ ആയി പോവും, BP ലോ ആവും, അങ്ങനെയൊക്കെ ആയി. ആ ഒരു സംഭവം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു മാറ്റം എനിക്ക് വന്നു. അങ്ങനെയാണ് പിന്നെ വേറെ ഓരോ കാര്യങ്ങളും എനിക്ക് കണക്ട് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയുക, മരണം എന്താണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതൊരു സോളിൻ്റെ ഒരു ജേണിയാണ്. അത് ആ ജേണി അവിടെ അവസാനിക്കുന്നു, അടുത്ത ജേണി അത് സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ കുറേ കൂടെ ബെറ്ററായി. പിന്നെ അതേപോലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യുകയാണ്. അപ്പം ഞാൻ മാം അല്ലെങ്കിൽ ഞാൻ നടന്നു പോകുമ്പോൾ മാം എന്നെ വന്ന് എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തന്നു എന്ന് വയ്ക്കും. എനിക്കറിയില്ല എന്തിനാണ് മാം ഇങ്ങനെ തന്നെന്ന്. നേരത്തെ അപ്പം ഞാൻ പഴയ ആളായിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് വഴക്കുണ്ടാക്കും. ഇപ്പം അങ്ങനെയല്ല. ഞാൻ കരുതുന്നത് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഞാൻ ചിലപ്പോൾ മാമിനെ തള്ളിയിട്ടുണ്ടാവും, അത് തിരിച്ച് ആ കർമ്മം ഇവിടെ ക്ലോസിങ് ആയി എന്നുള്ളൊരു തിരിച്ചറിവ് വരും. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും ആ ഒരു കർമ്മ അവിടെ ക്ലോസിങ് ആവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നമുക്ക് കുറേ സമാധാനം കിട്ടും. അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തിനെ പറ്റിയിട്ടും ക്രേവിങ് ഇല്ല. ഫുഡൊക്കെ ആണെങ്കിൽ എനിക്ക് നേരത്തെ ചില ഫുഡ്സിനോടൊക്കെ ക്രേവിങ് ഉണ്ട്, എനിക്ക് അതില്ല. പിന്നെ അതേപോലെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും കുറേ നേരം ഞാൻ ടെൻഷൻ അടിച്ചിരിക്കും. ആ ഒരു സംഭവം ഇപ്പം ഇല്ല. അങ്ങനെയൊക്കെ ഒരു സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ജേണിയിലെത്തിയപ്പോൾ. ഈ ടാരോ റീഡിങ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എനർജി ഡ്രെയിനായി പോകുന്ന പോലെ തോന്നുന്നു, പെട്ടെന്ന് ടയേർഡായി പോകുന്നു. അത് ഈ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവർ വിളിക്കുമ്പോഴാണോ അങ്ങനെ തീർച്ചയായിട്ടും സംഭവിക്കുന്നത്? അത് ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ളവർ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 3, 4, 5 പേരായാലും ഒരു കുഴപ്പമില്ല. അത് പറയാതെ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പേര് പറയാൻ കുഴപ്പമില്ല, സിനു എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരിയുടെ ടാരോ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. അവള് എന്ത് പ്രശ്നം പറഞ്ഞാലും അവള് അതിൽ ഹാപ്പിയാണ്. ഹാപ്പി പറഞ്ഞാൽ അതിന് അങ്ങനെയാണോ, ഓക്കെ, അതിന് വേറെ എന്താണ്, അങ്ങനെ ആയപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ നിന്റെ ടാരോ, ഞാൻ നിനക്ക് ഇത്രയും പ്രശ്നമുണ്ടെന്ന്, ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, അതിന് വേറെ എന്താ ചെയ്യാം, അത് അങ്ങനെ. ചില ആൾക്കാരാണെങ്കിൽ കരഞ്ഞ് അവരിരുന്ന് കരയും. അതൊന്നും എനിക്ക് ആണുങ്ങളായാലും പോലും നല്ല
ഫുള്ളായിട്ട് കരയും, ക്യാമറ ഓഫ് ചെയ്തിട്ട് കരഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി കരഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് 2ാം തവണ റീഡിങ്ങിന് ഇരിക്കാറുണ്ട്. പിന്നെ ലേഡീസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കും അത്രയും സഫക്കേഷൻ വരാറുണ്ട്. തിരിച്ച് എനർജി തിരിച്ച് കിട്ടുന്നത് ഉറക്കത്തിൽ ഉറങ്ങിയാണോ വീണ്ടെടുക്കുന്നത്, അതോ എനർജി അല്ല, ഞാൻ റേക്കി കൊടുത്ത് ക്ലെൻസ് ചെയ്യണോ ചെയ്യുന്നത്? മറ്റേ സേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് ചെയ്യും. പിന്നെ ഓറ ക്ലെൻസിങ് സ്പ്രേ ഉണ്ട്, അത് നമ്മളത് ചെയ്യും. പിന്നെ മെഡിറ്റേഷൻ ചെയ്യും. പിന്നെ കോഡ് കട്ട് ചെയ്യും, റേക്കിയിലുള്ള ഒരു കോഡ് കട്ടിങ് മെത്തേഡ് ഉണ്ട്, അത് മെയിനായിട്ട് ചെയ്യണം, അത് ചെയ്യും. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് അങ്ങനെ പറ്റുമോ? ചില മധുരമുള്ളതോ അല്ലെങ്കിൽ ഉപ്പുള്ളതോ? ഇഷ്ടമുള്ള കാര്യം ചെയ്യാന്നുള്ളതാണ് നമുക്ക്. എനിക്ക് മെയിനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജേണൽ എഴുതും. ജേണൽ എഴുതും, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. ഈ ഒരു കാര്യത്തിൽ അപ്പം നമ്മുടെ മൈൻഡ് ടോട്ടലി മാറിപ്പോയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ ഇല്ലാതായിട്ടുണ്ട്. അതായത് മാം പറഞ്ഞ പോലെ ടാരോയിൽ തന്നെ ഡെവിൾ എന്നുള്ളൊരു കാർഡ് ഉണ്ട്, ഡെത്ത് വലിയ പ്രശ്നത്തിൽ തോന്നാറില്ല. നമ്മൾ വിചാരിക്കും ഡെത്ത് കാർഡ് പ്രോബ്ലം റീബർത്ത് ആണ്, അതിന് വലിയ പ്രോബ്ലം വരാറില്ല. പക്ഷെ ഡെവിൾ കാർഡ് വാൺസിലെ ക്യൂൻ ഓഫ് വാൺസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്താണ്, ടവർ ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ടോട്ടലി അത് നമുക്ക് അറിയാൻ, നമ്മളെയും കൂടെ അത് ബാധിക്കും. ഡെവിൾ എന്ന് പറയുമ്പോൾ മിക്കവാറും ബ്ലാക്ക് മാജിക്കൽ എനർജി ഒക്കെ കണക്ട് ചെയ്ത് വരുന്ന ആൾക്കാരായിരിക്കും. കേരളത്തിൽ പിന്നെ അതിന് സോഴ്സ് ഇപ്പോൾ ഒരുപാടാണ്, സാധ്യത കൂടുതലാണ്. ഇപ്പം ഒരാൾ നന്നായിട്ട് ഇപ്പോൾ ജീവിക്കുന്ന കണ്ടാൽ തന്നെ ഒന്നിപ്പോൾ അതവിടെ പോയി കൂടോത്രം എന്നുള്ളൊരു സംഭവത്തിൽ ചെയ്യണമെന്നില്ല, മനസ്സറിഞ്ഞൊന്ന് അത് കിട്ടും. നമ്മൾ നല്ല വാക്ക് എന്ന് പറയണത്, വാക്കായാലും ചിന്തയായാലും അതിന് നല്ല എനർജി ഉണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് എന്ത് ചിന്തിക്കുന്നു അത് നമുക്ക് വരും, നെഗറ്റീവായിട്ട് പറയണത് അതും വരും. അതേപോലെ വാക്കാണെങ്കിലും ഇപ്പോൾ നന്നായി വരുന്ന നമ്മൾ ബ്ലെസ് ചെയ്യാറുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നന്നായി വരുന്നൊരു ബ്ലെസ് ചെയ്യാറുണ്ട്, അത് അത്രയും നന്നായിട്ട് വരികയും ചെയ്യും. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബ്ലഡ് റിലേഷൻ അല്ലേ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ നമ്മളെ ഈ രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് തോന്നുന്നു കൂടുതൽ വരുന്നത്. കാരണം അത് നമ്മൾ ഓറയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും, അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർക്ക് യാതൊരു പ്രശ്നമില്ല, അതും പറയണല്ലോ. അതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർക്ക് അറിയാതെ കുറേ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ചാനൽസിലും ഇതിൻ്റെ കുറേ അവയർനെസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഞാൻ നോർമലി ഒരു കാർഡ് നോക്കിയിട്ട് പ്രശ്നമില്ല നിങ്ങൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞാലും അവർ പറയും ഇല്ല മാം എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ. അപ്പോൾ അതെന്തായിരിക്കും അവരുടെ പ്രശ്നം? എന്തായിരിക്കും? മനസ്സിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അവർക്കിത് ചില ആൾക്കാരെന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെയുണ്ട്. അവർക്ക് ആ ഒരു പ്രശ്നം സോൾവിങ് ആണ് അവരുടെ ഒരു സന്തോഷം. ഒരു പ്രശ്നം വരുന്നു, അത് സോൾവ് ചെയ്യുന്നു, അവർക്കൊരു ഭയങ്കര സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് സൊല്യൂഷൻ പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൻ്റെ മെത്തേഡൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അത് ചെയ്താൽ അത് അവർക്ക് ആവും. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ മെഡിറ്റേഷൻ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നാൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ചിന്തകൾ ഒരുപാട് കയറി വരും. ബ്രീത്താണ് മെയിനായിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ മെഡിറ്റേഷൻ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ അവർക്ക് റിലാക്സ് ആവാറുണ്ട്. ഇതൊക്കെ ക്ഷമയോടെ ഇരുന്ന് കേൾക്കണം, അല്ലാതെ വീണ്ടും അടുത്ത പ്രശ്നത്തിലേക്ക് ചാടിപ്പോയി കഴിഞ്ഞാൽ അതങ്ങനെ ഒരു മാരത്തോൺ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അതാണ്. അപ്പം ഇത്ര നാളത്തെ റീഡിങ്ങിൽ എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാർ കൂടുതലായിട്ട് ഇതിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ പ്രായമുള്ളവർക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ആയി ലൈഫ്, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പോട്ടെ. പക്ഷേ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ ചെറുപ്പക്കാരായിരിക്കും ഈ ടാരോ റീഡിങ്ങിലേക്ക് വരുന്നത് തോന്നുന്നു. ഒരു 20 to 40 ഉള്ളിലാണ് കൂടുതലും വരുന്നത്. അതും അല്ലാതെ എനിക്ക് ഞെട്ടിച്ച 2-3 സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 67 എബോ ഉള്ള ഒരു പ്രായമുള്ള ഒരു അമ്മൂമ്മ വരെ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രശ്നമായിട്ട് വന്നു. അങ്ങനെയുണ്ട്, അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ഒരു ഏജിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ, പക്ഷെ അല്ല. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം പറഞ്ഞാൽ മക്കള് കല്യാണമൊക്കെ കഴിഞ്ഞു, പ്രാരാബ്ദം കഴിഞ്ഞു, മക്കൾ ചിലപ്പോൾ എബ്രോഡായിരിക്കും, അമ്മമ്മ മാത്രം അല്ലെങ്കിൽ അച്ഛൻ മാത്രമായിരിക്കും ആ വീട്ടിനകത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമായിരിക്കും. അപ്പോൾ ഇവർക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നല്ല ആക്റ്റീവാണ്, അവർക്ക് ഫോൺ എല്ലാം നല്ല ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടായിരിക്കും മക്കൾ പോയിട്ടുണ്ടാവുക. മക്കളത് വീഡിയോ കോൾ ചെയ്യാനും കാര്യങ്ങൾ, അതിൽ നിന്ന് വരുന്ന ചില അബദ്ധങ്ങൾ അത് അവർ കണക്ട് ചെയ്യും. അതല്ല പ്രശ്നം, അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ
പൈസ കുറെ പറ്റിച്ചിട്ട് പോകുന്ന അങ്ങനെയുണ്ട്. ഇവർക്കാണെങ്കിൽ നിറയെ പൈസ ഉണ്ടാവും. ഈ വരുന്ന ആൾക്കാർക്ക് അറിയാം അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയാം. എന്നിട്ട് അവരെ പൈസ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയും. ഇത്ര ലക്ഷം പോയി, 15 ലക്ഷം 20 ലക്ഷമൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് ഇത് ഇവർക്ക് മക്കളോട് പറയാനും പറ്റില്ല. അങ്ങനെയുള്ള കുറേ കേസുകൾ. അപ്പോൾ അവർ ആ പൈസ തിരിച്ച് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാർഡ് എടുക്കാൻ വരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പറ്റിക്കലാണ് ഈ ഒരു ഇതിലും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ